And just like that, Daddy went. ശനിയാഴ്ച ഞാൻ എടുത്ത ഫുട്ടേജസിൽ ഡാഡിക്ക് കുറച്ച് സുഖമില്ലാതെ ഞാൻ കൊണ്ടുവന്നതും ജസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും തിരിച്ചു പോണതും ആയിട്ടുള്ള ഒരു ചെറിയ ഫ്യൂ ഫുട്ടേജസ് ഉണ്ട്. ടാറ്റയൊക്കെ പറഞ്ഞ് അവർ കാറ് പോകും, അതുണ്ട്. സോ ലൈക്ക് അപ്പൊ അത് സാറ്റർഡേ അടുത്തായിരുന്നു. സൺഡേ പോലെയോ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയോ ഒന്നും അല്ലല്ലോ ലൈഫ്. ഇറ്റ്സ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പൻ. സാറ്റർഡേ ഡാഡിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ECG എല്ലാം ചെയ്ത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈസ് ലൈക്ക് വെരി ഹാപ്പി. സൺഡേ ഡാഡി ഉച്ചയ്ക്ക് ഇവിടെ ഇരുന്നിട്ട് മോഹൻലാലിന്റെ ശ്രീനിവാസിന്റെ ഏതോ ഒരു സിനിമയുടെ കോമഡിയൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു വിഷ്വൽ എനിക്ക് ഡാഡിയുടെ ഹോം നേഴ്സ് ആദി, വെരി സ്വീറ്റ് ബോയ്, പുള്ളി എനിക്ക് എപ്പോഴും ഇട്ടുകൊണ്ടേയിരിക്കും. ഡാഡി അത് കഴിച്ചു, ഇത് കഴിച്ചു, കുളിപ്പിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പുള്ളിയുടെ BP ഷുഗറിന്റെ ഒക്കെ ഇത് ഫോട്ടോസ് എടുത്തിട്ട് അയച്ചു തന്നുകൊണ്ടേയിരിക്കും. അന്ന് ഇതുപോലെ ഉച്ചയ്ക്കും കഴിച്ചു തന്നു. അന്ന് ആ ദിവസം ഞങ്ങൾ വൈകുന്നേരം നമ്മൾ ടാജിൽ പോയ ദിവസം അപ്പോഴാണ് ഇതുപോലെ പെട്ടെന്ന് ഡാഡിക്ക് ഒന്ന് കൊലാപ്സായി ബാത്റൂമിലെന്ന് പറഞ്ഞ് വിളിച്ചത്. ഞാൻ ആംബുലൻസ് വിളിക്കുമ്പോഴും ബിജുവിന്റെ ഡ്രൈവർ വരുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഓക്കെ. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഫുട്ടേജസ് ഒക്കെ ഇതിലുണ്ട്. എൻ്റെ മനസ്സിലാവും ഓക്കെ, ഞാനിപ്പോൾ എത്തുമ്പോൾ ഡാഡിയോടെ നോർമലായിട്ട് ഇരിക്കുമായിരിക്കും. ജസ്റ്റ് അനദർ എപ്പിസോഡ്, എപ്പോഴും പറ്റുന്ന പോലെ അനദർ എപ്പിസോഡായിരിക്കും എന്ന് വിചാരിച്ചു. ഡിഡ്ന്റ് എക്സ്പെക്ട് to be like this and I was not ready or I was not prepared. ഞാൻ അങ്ങനെ ഒരു ന്യൂസ് കേൾക്കാൻ ഞാൻ അതിന് തയ്യാറല്ലായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോഴും ഞാൻ കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയി, പുള്ളി എണീറ്റു എന്ന് കേൾക്കാനാണ് ആഗ്രഹിച്ചത്. ബിക്കോസ് ഡാഡി വാസ് ഡൂയിങ് വെൽ. ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബാക്കി നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്താലും എന്ത് ചെയ്താലും എല്ലാം ഓക്കെ ആയിരുന്നു. എക്സെപ്റ്റ് ഈ ഒരു സ്ട്രോക്ക് വന്നതിൻ്റെയും ഒരു സർജറി കഴിഞ്ഞതിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ഇത് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്, ഇരുന്നിട്ട് എണീക്കാനൊരു ബുദ്ധിമുട്ട്, പിന്നെ ധാരാളം മരുന്നുകൾ കഴിക്കുമ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ. ഇപ്പോൾ കുറേ നാളായിട്ട് ഹോം നേഴ്സൊക്കെ പക്കായിട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ലൈക്ക് ഇറ്റ് വാസ് ഓൾ ലൈക്ക് നോർമൽ. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഡാഡി വെന്റ്. അപ്പോൾ ഡാഡിയുടെ ജസ്റ്റ് കുട്ടി 2 വിഷ്വൽസാണ് ഇതിലെനിക്കുള്ളത്. ഡാഡിയുടെ എനിക്ക് ലാസ്റ്റ് എനിക്ക് ഇവിടെ നിന്ന് ആദ്യം അയച്ചു തന്നൊരു ചെറിയൊരു ഫുട്ടേജ് ഉണ്ട്. ഡാഡി TV കണ്ടുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഡാഡി ഈസ് ഗോൺ. പിന്നെ എൻ്റെ സ്ഥിരമുള്ള ഹോം വീഡിയോസ് ഡാഡി വീട്ടിൽ വരുന്നതോ കഴിക്കുന്നതും അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ആഡ് ചെയ്യും. സോ ഈ ഒരു വീഡിയോ ഐ തോട്ട് ഐ ജസ്റ്റ് ഷെയർ വിത്ത് യു ഓൾ. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഓസി ഷോപ്പ്. ഞാൻ ഓസിയുടെ കടയിലെ സാധനം വാങ്ങാൻ പോകുന്നത്. ഹാപ്പി ഡേയ്സ് എൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ബിഗിനിങ് ഓഫ് ദ വീക്ക് തൊട്ട് ഇങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ കുറേ എടുത്തൊരു സാറ്റർഡേ സൺഡേയിലൊക്കെ എത്തി സൺഡേ ആകുമ്പോഴേക്കും മിക്കവാറും അപ്ലോഡ് ചെയ്യണം. അതുപോലത്തെയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഡാഡിയുടെ പുതിയ ക്ലിപ്പിങ്സ് ഒന്നും അധികം കാണില്ല. അല്ലെങ്കിൽ നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാത്ത എന്തെങ്കിലും ഇപ്പം മൊബൈലുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ സോ വെൽക്കം ടു ദിസ് വീഡിയോ ഓഫ് മൈ ഡാഡിയുടെ ജീവിച്ചിരുന്നപ്പോൾ ലാസ്റ്റ് ഞാൻ എടുത്ത കുറച്ച് ഫുട്ടേജസ് ഉള്ള വീഡിയോ. കാര്യങ്ങൾ ഇവിടെ എന്തായാലും നോക്കട്ടെ. ഡാഡി ഹോസ്പിറ്റലിൽ പോയി ഒരു ചെക്കപ്പൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഡാഡി ഈസ് ഫീലിംഗ് ലൈക്ക് ഓക്കെ, റിലാക്സ്ഡ് ആയ ആള്. ട്യൂസ്ഡേ ഇനി വീണ്ടും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനും പിന്നെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കറക്കി ബ്യൂട്ടി പാർലറിലൊക്കെ ഒന്ന് കൊണ്ടുപോയി എല്ലാമൊക്കെ കഴിക്കുന്ന. വീട്ടിൽ വന്നൊരു ലഞ്ചൊക്കെ കഴിക്കുമ്പോൾ ആള് ഉഷാറാവും. ഇന്ന് ഇച്ചിരി ഡള്ളാണെന്ന്. ലുക്കിംഗ് പ്രിറ്റി. ഹൻസിക ഈ ഡ്രസ്സ് ആഴ്ചയിൽ ഒരു ദിവസം ഇടും. ഈ ഉടുപ്പ് എനിക്ക് ടൈറ്റായി. ഞാൻ കുറച്ചു നേരം മുന്നേ എനിക്ക് ഓക്കെ സൈസ് ആയിരുന്നു. ഡോണ്ട് ലൈക്ക് ഇറ്റ്. അല്ല ഇത് എപ്പോ നോക്കിയാലും ഹൻസിക ഈ ഡ്രസ്സ് ഇടും. ഇടയ്ക്കിടയ്ക്ക് ഇടും. എന്റെ യൂണിഫോമാ, കോളേജിലെ ഒരു യൂണിഫോം. ഈ പാന്റ് ആരുടെ പഴയതാ? എന്റെ തന്നെ, ഇതെല്ലാം എന്റെ. വെരി
ഓബി സോ ക്യൂട്ട്. നമുക്ക് തലയിലെ പൂ വെച്ച് കൊടുത്തു. നമ്മള് താജ് ഗ്രീൻ കോവിലൊന്ന് വന്നു. ഇന്ന് ലഞ്ചൊക്കെ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ആരും കഴിക്കുന്നതൊന്നും ഞാൻ എടുത്തില്ല. അപ്പോഴൊരു മൂഡില്ലായിരുന്നു ഒന്നും എടുക്കാൻ. പിന്നെ വീട്ടിൽ എന്തൊക്കെയോ ഒക്കെ പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഓസിക്കും ബേബിയൊക്കെ ഇവിടെ വന്ന് നമുക്ക് താജിൽ നിന്ന് വൈകിട്ട് വരാം, ബോട്ടിങ്ങിന് പോവാന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോ ഇഷാനി അപ്പൊ ഒക്കെ വരുന്നു എന്ന് പറഞ്ഞു. ഹൻസു ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ചു ഹൻസു വരുവാണെങ്കിൽ വരാം, ഹൻസു വരുന്നുണ്ടെങ്കിൽ വരണ്ട. ലാസ്റ്റ് മിനിറ്റ് ഹൻസു വരുന്നു എന്ന് പറയും. അങ്ങനെ ഞാനും വേഗം പോയി കുളിച്ച് റെഡിയായി ഒന്ന് വന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ഒരു ലേസി സൺഡേ. അപ്പൊ ഇന്ന് ഇവിടെയൊക്കെ എന്തെങ്കിലും സംതിങ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷെയർ. And just like that, Daddy went. Just like that, Daddy went. I think it was very peaceful. Daddy വേദനിച്ചൊന്നും കാണത്തില്ല. ഹോസ്പിറ്റലിലോട്ട് റഷ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നപ്പോഴും ഐ ഹാഡ് എ ഹോപ്പ്. കൃത്യം പോലെ അവിടെ ചെന്ന് ഇഞ്ചക്ഷനൊക്കെ കൂടെ ഡ്രിപ്പൊക്കെ ഇട്ട് ഒന്ന് ഷുഗറൊക്കെ ഒന്ന് നോർമലാകുമ്പോൾ എല്ലാം ഓക്കെ ആവും. പിന്നെ കോമഡി എല്ലാം പറഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവും. എപ്പോഴത്തേം പോലെ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ഇറ്റ് വാസന്റ് സോ. മനസ്സിലായി. somebody very close to me ആദ്യമായിട്ടാണ് ഇതുപോലെ മരിക്കുന്നത്. സോ എനിക്കത് ഇപ്പോഴും എനിക്കതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഐ ഫീലിംഗ് ആസ് ഹീ സ്ലീപ്പിംഗ് ഓവർ ദേ. ഓരോ പ്രാവശ്യം മുഖത്തോട്ട് നോക്കുമ്പോഴും ഹീ മൈറ്റ് ജസ്റ്റ് വേക്കപ്പ് ആൻഡ് സ്മൈൽ ആൻഡ് സേ നിങ്ങളെയൊക്കെ ഞാൻ പറ്റിച്ചേന്ന് പറയും എന്നൊക്കെ ഒരു മനസ്സിലൊരു തോട്ടുണ്ട്. ഓക്കെ, എവിടെയോ തുടങ്ങിയ എൻ്റെ ഒരു വ്ളോഗ് ഡാഡിയെ ഓർത്തുകൊണ്ടൊക്കെ നല്ലൊരു വീഡിയോ അടിപൊളിയായിട്ട്. ഈ വീഡിയോയിൽ തന്നെ ഡാഡിജി ഇന്നലെ ഉള്ളതൊക്കെ ഉണ്ട് വിഷ്വൽസ്. ഹലോ അപ്പൂപ്പ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം മക്കളെ. ഇവിടെ വന്നതിന് ശേഷം വിശേഷമേ ഉള്ളൂ. എല്ലാ ദിവസവും വിശേഷം തന്നെ. നിങ്ങൾ എൻ്റെ ശരിക്ക് ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ മക്കളെ എനിക്ക് കാണാനോ വളർത്താനോ ഒത്തിട്ടില്ല അധികം. കാരണം അവർ ഊട്ടിയിലല്ലേ പഠിച്ചത്. അവർ വെക്കേഷന് വരുമ്പോൾ മാത്രമല്ലേ നമ്മളിവിടെ നിൽക്കൂ. അതും ദൂരം ആയതുകൊണ്ട്. ഇപ്പോൾ ഇവിടെ അതല്ലല്ലേ, നമ്മളെ കൂടെയുള്ള മക്കൾ ഇപ്പോഴാണ് നമ്മളെ കൂടെ 4 എണ്ണം ഉള്ളു. നമുക്ക് അവരെ കാണാൻ പറ്റണ്. എല്ലാവർക്കും നമ്മളെടുക്ക വരാനും പോകാനും കഴിയണ്. പക്ഷേ ഈ ഭാഗ്യം സാധാരണ എല്ലാവർക്കും കിട്ടില്ല. നമുക്ക് ഈ അവസാന കാലത്ത് കിട്ടി. നമ്മളെ വീട്ടുകാർക്കും അത് തന്നെയാണ് ഇഷ്ടം, കൊച്ചുങ്ങളെ കൂടെ വയ്ക്കാനും കളിക്കാനും. പക്ഷെ അവരുടെ രീതി കൂടെ അധികം നാളൊക്കൂല. അതേ അതിനിടയ്ക്ക് അങ്ങ് വീട്ടിൽ പോയേ വെക്കുള്ളൂ. വീടെന്നും പറഞ്ഞിരിക്കുകയല്ലേ, അവിടെയും പോകണം. ഏതായാലും ശരി, ഇന്നിപ്പോൾ വളരെ സന്തോഷമായിട്ട് പോകണുണ്ട്. സുഖമില്ലായ്മ അതൊക്കെ മാറും. പോനെ വയസ്സാകുമ്പോൾ എല്ലാവർക്കും വരില്ല അസുഖങ്ങൾ ഓരോന്നും.